ഗായ്സ് ഇവിടെ ഒരു പാവക്കുട്ടി പോലെ ഒരു കൊച്ചിനെ കാണാം ഗായ്സ്. നടന്നു പോന്നു ഓടി 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 പോന്നു. ഒരുത്തൻ തുണി മാറുന്ന വേറൊരുത്ത് ഒളിഞ്ഞു നോക്കുന്നു. ഇവര് മറ്റേതാണ് ഗായ്സ്. ഓക്കെ 28ാമത്തെ ബർത്ത്ഡേയോട് ആഘോഷം നടത്തുന്ന കലാപരിപാടിയോട് നിങ്ങൾക്ക് സ്വാഗതം ഗൈസ്. എനിക്കൊന്ന് സ്റ്റുഡിയോയിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകാത്ത പെൻസിൽ ഇതായിരിക്കും കൂടുതൽ വരാൻ പോകുന്നത്. ബിക്കോസ് അത്രയ്ക്ക് നല്ലതല്ല. പാരഗണിൽ സീറ്റ് ബുക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. സീറ്റ് ബുക്ക് ചെയ്ത് 85, എത്ര 75 ഇപ്പം എന്താണ്ട് 65, 70, 71 കാണിക്കണത്. സോ നമ്മൾ 3G ആയി ഗൈസ്. സീറ്റാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്, ഫുഡല്ല ഗൈസ്. നിതീഷിൻ്റെ ഒറ്റ ആഗ്രഹം കൊണ്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. 65, 70, 72, 73 ആയിട്ടുണ്ട്. 85 എന്ന് പറഞ്ഞാൽ നമ്മൾ വിശന്ന് പട്ടിണി കിടന്ന് ഇവിടെ പൂട്ടിയിട്ട് പോവുമായിരിക്കും. പൂട്ടിയിട്ട് പോയാൽ നിതീഷ് കിണ്ടി അടിച്ച് മേളിൽ കയറ്റും ഗായ്സ്. നമ്മുടെ 85ൻ്റെ ഇത് കിട്ടിയിട്ടിരിക്കുകയാണ്. 3 കസേരകളേ ഉള്ളൂ. ഷാരിഫ് ഇരുന്നു, നിതീഷ് ഇരുന്നു, താണ്ട ശരത്തിരുന്നു. സോ ഞാനും ഇരുന്നു ഗായ്സ്. ഇത് വരുമ്പോൾ മിക്കവാറും ഓക്കെ ബില്ല് വരുമ്പോൾ 3G ആവും എന്നാണ് പറയണത്. ഓർഡർ എടുക്കാൻ ആൾ വന്നു. 15 അപ്പം പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം കറിക്ക് വേണ്ടി നിതീഷ് തിരിയുകയാണ്. ചിരിക്കുന്നു. മോളിയല്ല മറിയ പോടാ. മാംഗോ കറി, മോളി ഫിഷ് മോളി ഗൈസ്. വി സെലക്ടഡ് ഫിഷ് മോളി ആഫ്റ്റർ many months search guys. cheers birthday guys. അരമണിക്കൂറത്തെ വെയിറ്റിങ്ങിന് ശേഷം നമുക്ക് പ്ലേറ്റ് വന്നിരിക്കുകയാണ്. അതായത് ടേബിളിൽ അരമണിക്കൂറിന് ശേഷം. ടേബിളിന് വേണ്ടി നമ്മൾ അരമണിക്കൂർ വെളിയിൽ വെയിറ്റ് ചെയ്തായിരുന്നു. അതിൻ്റെ കാര്യം നമ്മൾ പറയുന്നില്ല. ഓക്കെ, എന്തായാലും ഞാൻ അടുത്ത അപ്പം തരാൻ വേണ്ടി അപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. നമുക്ക് എത്ര നേരം വെയിറ്റ് ചെയ്ത് നമുക്ക് അറിഞ്ഞോളാം. വേറൊരപ്പം വന്ന് പൊട്ടിയപ്പം ഫിഷ് മോളീസ്. അപ്പവും ഫിഷ് മോളിയും വന്നു ഗൈസ്. അതായത് അപ്പവും ആൻഡ് ഫിഷ് മോളീസ് ഹിയർ. വരുമെന്ന്. ഓക്കെ നമ്മൾ 15 എണ്ണം പറഞ്ഞാൽ 2 എണ്ണം പെൻഡിങ് ആണ്. ബാക്കിയൊക്കെ വരുമെന്നാണ് പറഞ്ഞത്. സോ നമ്മൾ 2 ഈച്ച് വെച്ചെടുക്കുന്നു ഗായ്സ്. അപ്പോൾ എനിക്കറി ഗായ്സ് ബർത്ത്ഡേ ആയിട്ട് നമ്മൾ 1 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഫിഷ് മോളി. ഏത് ഫിഷാന്ന് അറിഞ്ഞൂടാ. എനിക്ക് തോന്നും നെമ്മീനാന്ന് തോന്നുന്നു. ഓക്കെ, നെമ്മീന നമുക്ക് കണ്ടാൽ അറിയാലോ. അറിയാനുണ്ടല്ലോ അല്ലേ. ബാക്കി പിന്നെ ഒരു കുഴപ്പമുള്ളൂ, നമ്മുടെ മെനുവിലൊന്നും വിലയില്ലായിരുന്നു. ഇല്ലടാ, ആസ് പെർ ദ കറന്റ് മാർക്കറ്റ് വാല്യൂ എന്നായിരിക്കും. സോ ബട്ട് അപ്പോൾ ഫിഷ് മോളിങ് ഉണ്ടല്ലോ. ഫിഷൊക്കെ ഉണ്ടല്ലോ. ദ ഫിഷ് സ്വന്തം മുഖം കണ്ടപ്പോ അതാണ് നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി. ആ മീൻ നല്ല രുചിയുണ്ട് കേട്ടോ. മീൻ കഴിക്കത്തില്ല. ഇവിടെ ഒരു മണ്ടനുണ്ട് ഗൈസ്. മീൻ കഴിക്കത്തില്ല, പക്ഷെ മീൻ ചാറ് കഴിക്കും. പക്ഷെ വെജിറ്റേറിയൻ ആണ്. ഈ മീനുണ്ടല്ലോ, ഇത് മീനിന്റെ തൊലിയാണ്. വേണ്ട, ദിസ് ഇസ് മീൻ. ഞാൻ എടുത്തോളാം. ഐ ലൈക്ക് ഇറ്റ്. മീൻകറി ഉണ്ടാക്കാനുള്ള ടൈം ആയിക്കോട്ടെ. നൈസ് ഫുഡ്. ഫുഡ് എങ്ങനെയുണ്ടെന്ന് ഷാരിഫ് പറയും. വളരെ നല്ല ഫുഡാണ്, നന്നായിട്ടുണ്ട്. നിതീഷ്, ഫുഡ് എങ്ങനെയുണ്ട്?
പറയാനില്ല. നോൺ വെജ് ആയിട്ടുള്ള ഒരു ഫുഡ് ഞാൻ അധികം കഴിക്കാറില്ല. ജോലി നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ്, അത് ഷാരിഫ് നിർബന്ധിച്ചുകൊണ്ടും കൂടെ മാത്രമാണ് ഞാനിത് കഴിക്കുന്നത്. നല്ല ഫുഡാണ്. ലൈക്ക് ഐ എം ഡെഫിനറ്റ്ലി റെക്കമെൻഡിങ് വിത്ത് പാരഗൺ. ഗായ്സ് നമ്മൾ കഴിച്ചു കഴിഞ്ഞു. സോ എല്ലാവരും ഡൺ ദ പ്ലേറ്റ്. ആകാംക്ഷയിലാണ്. ഓക്കെ, സോ ഇനി നമുക്ക് വേണ്ടത് ബില്ലാണ്. ഞാൻ ഇല്ലേ ബില്ല് കാണിക്കാം. ഓ, ഞാൻ നിതീഷ് ബില്ല് വെച്ച് കളിക്കുന്നു. എന്തോ ഒരു അപ്പത്തിന് എത്ര രൂപടാ? ഫിഷ് മോളി നമ്മൾ കഴിച്ച ഫിഷ് മോളിക്ക് 560, അപ്പത്തിന് മൊത്തത്തിൽ 400. This is the bill that we received. 1226. Okay guys, Nidish is writing some feedback for the service which we received. Okay. Voice over പിന്നെ ചെയ്യാം. Guys, നമ്മൾ പർച്ചേസ് എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങുകയാണ്. Guys, we're going back and finally we're going to search the vehicle of ours. Okay. Guys, നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന H2 പുറത്ത് ഡോയും കൂടെ ഉണ്ടെങ്കിൽ ഇവിടെ വെള്ളമായനെ എന്ന് ഇവൻ പറയാൻ പറഞ്ഞു. കള്ളക്കരടി. ഗായ്സ്, നമ്മൾ വന്നിരിക്കുന്ന വണ്ടി ഇതാണ്, നിതീഷിൻ്റെ വണ്ടിയാണ്. ഓക്കെ ഗൈസ്, our birthday celebration is over. We finished our purchase